Hello friends, welcome to my YouTube channel Haru and Tanu. പയറ് വർഗ്ഗങ്ങൾ വീട്ടിൽ മുളപ്പിച്ചെടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പലരും പറയുന്ന ഒരു പ്രശ്നമാണ് പയറ് മുളപ്പിച്ചതിന് ശേഷം അതിന് മോശമായിട്ടുള്ള ഒരു സ്മെല്ല് വരുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ മോശമായിട്ടുള്ള സ്മെല്ലൊന്നുമില്ലാതെ നമുക്ക് പയറ് എങ്ങനെ മുളപ്പിച്ചെടുക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. മുളപ്പിക്കാനായിട്ട് 1/4 കപ്പ് ചെറുപയറാണ് നമ്മളിന്ന് എടുത്തേക്കുന്നത്. ഏതൊരു പയർ വർഗ്ഗവും നമുക്ക് ഇതേ രീതിയിൽ തന്നെ മുളപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതി. ആദ്യം തന്നെ ചെറുപയർ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് പയർ വെള്ളത്തിൽ 6 മുതൽ 8 മണിക്കൂർ വരെ സോക്ക് ചെയ്ത് വെക്കണം. നന്നായിട്ട് പയർ കുതിർന്ന് കിട്ടട്ടെ. 8 മണിക്കൂറിന് ശേഷം പയർ ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളം ഊറ്റിക്കളയണം. അതിനായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് വെള്ളം ഊറ്റിക്കളയാം. പയർ കണ്ടോ നന്നായിട്ട് സോക്ഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോക്ക് ചെയ്യാനായിട്ട് ഞാൻ ഓവർനൈറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് ഞാൻ പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോൾ നന്നായിട്ട് കുതിർന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ ഊറ്റിയെടുത്തിരിക്കുന്ന വെള്ളം നമുക്കിനി ആവശ്യമില്ല, അത് നമുക്ക് കളഞ്ഞേക്കാം. ഈ പയർ സോക്ക് ചെയ്ത വെള്ളം നമുക്ക് ചെറുപയർ താളിയൊക്കെ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു അരിപ്പയിൽ തന്നെ പയർ കുതിർന്നത് ഇരിക്കട്ടെ. ഒരു ലിഡ് വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. ഈച്ചയൊന്നും അരിക്കണ്ട. ഉച്ചയായപ്പോഴേക്കും നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന പയർ ഇവിടെ മുളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ചെറിയ ചെറിയ മുളകളൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാവുന്നതാണ്. നമ്മൾ പയർ വെച്ചിരിക്കുന്നത് ഒരു അരിപ്പയിലാണ്. എക്സസ് വരുന്ന വെള്ളമൊക്കെ അരിപ്പയിലൂടെ താഴത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളമില്ലെങ്കിൽ നമ്മുടെ പയർ കിളുത്ത് വരില്ല. അതുകൊണ്ട് തന്നെ ഉച്ചയാകുമ്പോഴേക്കും നമുക്കൊന്ന് വെള്ളം തളിച്ചു കൊടുക്കാം. ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കുമ്പോൾ എക്സസ് വരുന്ന വെള്ളം അരിപ്പയിലൂടെ പൊക്കോളും. ഇപ്പോൾ വൈകുന്നേരം 7 മണി ആയിട്ടുണ്ട്. പയർ ഇവിടെ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി മുളച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരം വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതുകൊണ്ട് ഒരു സിമ്പിൾ സാലഡ് ഉണ്ടാക്കാം. മോസ്റ്റ്ലി സ്പ്രൗട്ട്സ് ഒക്കെ റോ ആയിട്ട് കഴിക്കാനാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ആ പച്ചയ്ക്കുള്ള ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സാലഡ് നമുക്കിതുകൊണ്ട് പ്രിപ്പയർ ചെയ്യാം. ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാം. ഇതിനായിട്ട് ഒരു കടായി നമുക്ക് ചൂടാക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് തരം റിഫൈൻഡ് ഓയിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം മുളച്ച് വന്നിരിക്കുന്ന പയർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, പയർ നന്നായിട്ട് ഇപ്പോൾ മുളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊക്കെ തുറന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർക്കാം. പയർ മുളപ്പിച്ചത് കുറച്ച് എക്സസ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. 2 ദിവസം വരെ കേട് കൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാകും. ഫ്രഷ് ആയിട്ടുള്ള സ്പ്രൗട്ട്സ് കഴിക്കുന്നതാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ എപ്പോഴും ഉണ്ടാക്കാറുള്ളൂ. ചെറുപയർ ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഓവർ കുക്ക് ചെയ്യേണ്ട. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നാരങ്ങ നീര് കൂടി ചേർത്തിട്ട് നമുക്ക് നമ്മുടെ സാലഡ് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ ചെറുപയർ മുളപ്പിച്ചതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.